പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ എന്നൊരു മനോഹരമായ ദാസേട്ടൻ്റെ ഗാനം നിങ്ങൾ കേട്ടിട്ടില്ല. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് കാവാലം നാരായണപ്പണിക്കരാണ്. അദ്ദേഹം ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്ന്. ഒരിക്കലേ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ നാടകം അവതരിപ്പിക്കാൻ പോയി. അവിടുത്തെ കുട്ടികൾ നാടകത്തിന് ശേഷം കവാലത്തിന് ചുറ്റും കൂടി. കുട്ടികളൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കൂട്ടത്തിലൊരു കൊച്ചു പെൺകുട്ടി, കലപരാതെ സംസാരിക്കുന്ന പെൺകുട്ടി, വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. കാവാലം അങ്കിളിന് നാടകം ചെയ്താൽ എത്ര കാശ് കിട്ടും? ആ ചോദ്യം കാവാലത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. സാധാരണഗതിയിൽ തനിക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ ആരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് അങ്ങനൊരു ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചുമില്ല. കാവാലം ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, മോക്ക് നാടകം ഇഷ്ടപ്പെട്ടോ? കുട്ടി തലയാട്ടി. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാവാലം പറഞ്ഞു, മോക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഈ നാടകം കാണുന്ന കുട്ടികളുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ വിലയും സമ്പാദ്യവും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. തൻ്റെ കലയെക്കുറിച്ചും എൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാൻ ഈ കൊച്ചുകുട്ടിയുടെ ചോദ്യം കാവാലത്തെ സഹായിച്ചു എന്നതാണ് സത്യം. അപ്പോൾ ഒരുപക്ഷെ നാടകരംഗത്ത് അദ്ദേഹം വരുത്തിയ മാറ്റം, അവനവൻ കടമ്പ പോലെ മനോഹരമായ നാടകങ്ങൾ എഴുതി അദ്ദേഹം നാടകത്തിൻ്റെ സൗന്ദര്യബോധം തന്നെ മാറ്റിമറിച്ച ആളാണ്. കാവാലം നാരായണപ്പണിക്കരെ നമ്മൾ ഓർമ്മിക്കുന്നു. അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കാവാലം ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് ആകാശവാണിയിൽ ഒരുപാട് കാലം ജോലി ചെയ്തു. ഇപ്പോൾ കാവാലം നാരായണപ്പണിക്കർ എഴുതിയ ഒരു കവിതയും വാട്സപ്പിൽ കാവാലം ശ്രീകുമാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അച്ഛനെക്കുറിച്ചൊക്കെ ഓർമ്മിക്കാനും അച്ഛൻ്റെ വഴി നടക്കാനും കാവാലം ശ്രീകുമാരും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നാടൻ പാട്ടുകൾ പാടുമ്പോഴൊക്കെ തന്നെ കാവാലം നാരായണപ്പണിക്കർ പാടുന്ന രീതി തന്നെ ശ്രീകുമാറും അവലംബിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാവാലത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. പ്രതിഭാധനായ ആ മനുഷ്യൻ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടാണ് കടന്നുപോയത്.